നമസ്കാരം. 10ാം ക്ലാസ് പൂർത്തിയാക്കി +1 സയൻസ് തിരഞ്ഞെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട നിർണായകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റേഴ്സ് പെട്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഒരു സൈക്കോളജിക്കൽ ട്രാപ്പായ ഇമോഷണൽ ഡിപ്പെൻഡൻസി അടിസ്ഥാനമാക്കിയാകരുത് +1 സയൻസ് തിരഞ്ഞെടുക്കേണ്ടത്. മാത്തമാറ്റിക്സിൽ ഭേദപ്പെട്ട അടിത്തറയില്ലാതെ കൂടെയുള്ളവർ അങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം സയൻസ് എടുക്കുന്ന കുട്ടികൾ +1 +2 പഠനകാലത്തും തുടർന്നും അക്കാഡമിക്സിൽ അവരുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10ന് ശേഷമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തീർത്തും ശ്രദ്ധാപൂർവം നടത്തേണ്ട ഒന്നാണ് എന്നതായിരുന്നു ആദ്യ വീഡിയോയിൽ നാം വിശദമായി ചർച്ച ചെയ്തത്. ആദ്യ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. +1 സയൻസ് സബ്ജക്ട്സ് എല്ലാം ഇൻ്റർ ഡിസിപ്ലിനറി ആയതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഒഴിവാക്കി +2 സയൻസ് പഠനം തിരഞ്ഞെടുക്കുന്നത് തികച്ചും ആത്മഹത്യാപരമായിരിക്കും. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസും ലോജിക്കും വഴങ്ങാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ +1 സയൻസ് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും റിയലിസ്റ്റിക് ആയ തീരുമാനങ്ങളാണ് മികവോടെ മുന്നേറാൻ എപ്പോഴും ഏതൊരാളെയും സഹായിക്കുക. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് ടു എക്സ്പെക്റ്റ് എ ഫിഷ് ടു ഫ്ലൈ. ഇക്കാര്യങ്ങളാണ് വിശദമായി സെക്കൻഡ് വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർക്കായി അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. തൊട്ടു മുന്നേയുള്ള വീഡിയോയിൽ 10നും +1 സയൻസിനും ഇടയിൽ നിലനിൽക്കുന്ന ഡ്രാസ്റ്റിക് ഗ്യാപ്പുകളെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്തു തുടങ്ങിയത്. ഗ്യാപ്പ് ഓഫ് കോണ്ടൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദമായി ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി വരുന്നതും ഏറെ പ്രധാനപ്പെട്ടതുമായ ഗ്യാപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ആൻഡ് ബിലീവ് മീ, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്യാപ്സ് which often frustrates the top performing students. So let us deep dive into the gap of mathematical tools and techniques. CBSE or state syllabus 10ാം ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് മുഴുവനായി പരിശോധിച്ചാൽ 15ഓളം ഇക്വേഷൻസ് മാത്രമാണ് ഒരു ഹോൾ ഇയർ കൊണ്ട് വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളത്. എന്നാൽ 300 പേജ് വരുന്ന +1 ഫിസിക്സ് ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ 60 to 65% കോണ്ടന്റ്സും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, ഫോർമുല ആൻഡ് ലെങ്തി ഡെറിവേഷൻസ് ആണെന്ന് കാണാൻ സാധിക്കും. അതായത് 10ാം ക്ലാസ് വരെ നമുക്ക് ചുറ്റും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പ്രതിഭാസങ്ങളെ ലളിതമായ രീതിയിൽ പഠിച്ചതിൽ നിന്ന് വിഭിന്നമായി ഇതേ പ്രതിഭാസങ്ങളെ ഹയർ ഓർഡർ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡലിംഗ് അധിഷ്ഠിതമായ ഒരു പുതിയ പഠന രീതിയാണ് +1 ഫിസിക്സ് കെമിസ്ട്രി പഠനത്തിനായി അവലംബിക്കേണ്ടത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സോൺ. ഇതേപ്പറ്റി മുൻപും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും അങ്ങേയറ്റം പ്രസക്തമായതുകൊണ്ടും ഒന്നുകൂടി വിശദമാക്കുകയാണ്. 10ാം ക്ലാസ് വരെ കുട്ടി കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, പരിചയിച്ചിട്ടില്ലാത്ത തീർത്തും നൂതനമായ ചില മാത്തമാറ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് +1 ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്കൽ മോഡലിംഗിനായി ഉപയോഗിക്കുന്നത്. ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, വെക്ടർ ആൾജിബ്ര, ലോഗരിതം, ഹയർ ഓർഡർ ട്രിഗണോമെട്രി എന്നിവയാണ് നൂതനമായ ഈ മാത്തമാറ്റിക്കൽ ടൂൾസ്. ഇതിൽ തന്നെ ട്രിഗണോമെട്രിയുടെയും ഗ്രാഫ് അനാലിസിസിന്റെയും ചില ബേസിക് ഫണ്ടമെന്റൽസ് 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് CBSE സിലബസുകളിൽ കുട്ടി പഠിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ the student is totally strange with these mathematical tools and he or she is not having any kind of previous knowledge or experience on how to use these tools, where to use these tools and when to use these tools. In other words, he or she is not having even a minimal previous exposure on how to handle with these tools. Here I would like to invite your memory back to your school education in 1st standard or class 1. നമ്പർ സിസ്റ്റംസ് മാത്രം പഠിച്ചു തുടങ്ങിയ അവസ്ഥയിൽ നിങ്ങൾ ആരെങ്കിലും
നേരിട്ട് ഡിവിഷൻ എന്ന അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നീ ബേസിക് ഓപ്പറേഷൻസ് സാമാന്യം നന്നായി അറിയാത്തൊരു കുട്ടിയെ നേരിട്ട് ഡിവിഷൻ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? മാത്തമാറ്റിക്സ് വിൽ ബിക്കം എ ലൈഫ് ലോങ് നൈറ്റ്മെയർ ഫോർ സച്ച് എ കിഡ്. മൂക്കാതെ പഴുക്കുന്ന ഒന്നിനും അതിന്റെ സ്വാഭാവികവും സമ്പൂർണവുമായ രുചി ഉണ്ടായിരിക്കില്ല എന്ന കാര്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. ഏതാണ്ട് ഇതിന് സമാനമാണ് 10ാം ക്ലാസ്സിൽ നിന്ന് നേരിട്ട് +1 ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ. Let me share my own experience in the physics classroom during my early days as a pre-degree first year student. While introducing instantaneous velocity using the concepts of differentiation, our professor had written the equation V instantaneous is equal to dx by dt on the blackboard. I was really surprised to see that equation. Why the d is not getting cancelled both from the numerator and the denominator? That was my logical doubt with my previous knowledge of mathematics in class 10. എന്തുകൊണ്ട് അവ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നില്ല എന്ന ചോദ്യത്തിന് അത് അങ്ങനെയാണ് എന്ന ഒട്ടും തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ കേവല യുക്തി മുൻപെന്നുമില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത്. അതങ്ങനെയാണ് എന്നതല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം 95 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ഏറെക്കുറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വർഷങ്ങൾക്ക് ശേഷം ഡിഗ്രി പഠനം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് മാത്രമാണ് പ്രീ ഡിഗ്രി ക്ലാസ്സിലുണ്ടായ ഈ സംശയം എനിക്ക് തൃപ്തികരമായി ദൂരീകരിക്കപ്പെടുന്നത്. അത് ക്ലാസ് റൂമിനകത്തെ പഠനത്തിൽ നിന്നായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. ടൂൾസ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഹിയർ. ബുദ്ധിയും ശക്തിയും വേണ്ടത്രയുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു വുഡൻ ബോർഡിൽ നിന്ന് ഒരു സ്ക്രൂ അഴിച്ചെടുക്കാനോ പൊട്ടിയ ടാപ്പ് റീപ്ലേസ് ചെയ്യാനോ ആർക്കും കഴിയില്ല. ബുദ്ധിയോ ശക്തിയോ അല്ല, മറിച്ച് യു ഷുഡ് ഹാവ് ദ നെസസറി ടൂൾ വിത്ത് യു ടു അക്കംപ്ലിഷ് ദ ടാസ്ക്. You need to have the right tool with you, and also you should be knowing how to use those tools, which means you need to be equipped with the necessary skill sets to use those tools. Suitable tools കൈവശമുണ്ടെങ്കിൽ ആ ടൂൾസ് ഉപയോഗിക്കാൻ ട്രെയിനിങ് കിട്ടിയ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഈ ജോലികൾ വൃത്തിയായി ചെയ്യാൻ സാധിക്കും. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കാർപ്പന്റർ എന്നിവർക്ക് ടൂൾസ് ഇല്ലാതെ അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുമോ? സമാനമായ ഉദാഹരണങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടും നമുക്ക് പറയാൻ കഴിയും. മൈക്രോസോഫ്റ്റ് എക്സലിലെ വിവിധ ടൂളുകൾ കൃത്യമായി ഉപയോഗിക്കാൻ പരിശീലിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു എക്സൽ ഷീറ്റ്, ഡാറ്റ അനാലിസിസ്, ടെംപ്ലേറ്റ് ക്രിയേഷൻ എന്നിവ എത്ര എളുപ്പമായിരിക്കും. ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ് ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ തുടങ്ങിയ അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഇല്ലാതെ സാധിക്കുമോ? ഇത്തരം സോഫ്റ്റ്വെയർ ലഭ്യമാക്കിയാൽ പോലും അതിലെ വേരിയസ് ടൂൾസ് വെൽ വേഴ്സ്ഡ് അല്ലാത്ത ഒരാൾക്ക് മേൽപ്പറഞ്ഞ ടാസ്കുകൾ വൃത്തിയായും വേഗത്തിലും ചെയ്യാൻ കഴിയുമോ? വർത്തമാനകാലത്ത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന AI ടൂൾസ് ആണെങ്കിലും we should be knowing how to prompt the respective machine to get the work done in the right way. You will get the right output only if you are feeding the machine with the right input. LLMs അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് മിക്ക AI ടൂളുകളുടെയും ബാക്ക് ബോൺ. അതായത് ഈ AI കാലഘട്ടത്തിലും ഭാഷ തന്നെയാണ് ഏറ്റവും ശക്തമായ ടൂളുകളിലൊന്ന്. നേരത്തെ പരാമർശിച്ച മാത്തമാറ്റിക്കൽ ടൂൾസ് കൃത്യമായി ഉപയോഗിക്കാൻ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ +1, +2 തലത്തിലും അതിനു മുകളിലും ഫിസിക്സ്, കെമിസ്ട്രി പാഠഭാഗങ്ങൾ ആസ്വദിച്ചും സുവ്യക്തമായും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. Because mathematics is the precise and powerful language to interpret physics at higher level. ഫിസിക്സ് പഠനത്തിന് അനിവാര്യമായ ഒരു ടൂൾ എന്നതിൽ നിന്ന് മാറി ഫിസിക്സിലെ ആശയങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പ്രിസൈസ് ആൻഡ് പവർഫുൾ ലാംഗ്വേജ് എന്ന രീതിയിൽ മാത്തമാറ്റിക്സ് തിരിച്ചറിയുന്ന എത്ര പേർ കാണും +2 സയൻസ് പൂർത്തിയാക്കിയവർക്കിടയിൽ? I am damn sure that this will be a totally new perspective for most of those who are watching this video. Mathematical tools and techniquesമായി ബന്ധപ്പെട്ട ഈ ഗ്യാപ്പ് പരിഹരിക്കാതെ ഒരു കുട്ടിക്കും +1 പഠനം സുഗമമാകില്ല, ആസ്വദിക്കാൻ കഴിയില്ല. ഒരു പ്രിസൈസ് ആൻഡ് പവർഫുൾ ലാംഗ്വേജ് ആയി മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബ്രോക്കൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും അത് തിരിച്ചറിഞ്ഞ്
ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ അവയുടെ അപാരമായ എസ്തെറ്റിക് ഡയമെൻഷൻസ് തിരിച്ചറിഞ്ഞ് ആസ്വദിച്ചും ഉൾക്കൊണ്ടും ആഴത്തിലും പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളും കാലങ്ങളായി ഏറെ പുറകിൽ തന്നെയാണ് എന്നതാണ് കഴിഞ്ഞ 30-ലധികം വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് കോവിഡ് കാലത്ത് ഏറെ സ്വീകാര്യത ആർജിച്ചതും എന്നാൽ ഇന്നും അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താതെ സർഫസ് സ്ക്രാച്ചിങ് മാത്രം നടത്തിപ്പോകുന്നതുമായ ആധുനിക കാലത്തെ ഓൺലൈൻ എഡ്യൂക്കേഷൻ, യൂട്യൂബ് ചാനൽ സംസ്കാരവും ഇക്കാര്യത്തിൽ തികച്ചും പരാജയപ്പെടുന്നു എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവുകൾ നിങ്ങളും ഇടയ്ക്കെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലെ പ്രധാനപ്പെട്ട +1, +2 പരീക്ഷകൾ നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ലൈവ് മാരത്തോൺ കോലാഹലങ്ങളും പരീക്ഷകൾക്ക് ശേഷം പതിവായി കാണാറുള്ള പഴിപറച്ചിലുകളും തെറിവിളികളും മാപ്പുപറച്ചിലുകളും ചോദ്യപേപ്പർ ചോർത്തലടക്കമുള്ള വിവാദങ്ങളും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിൽ ഇക്കഴിഞ്ഞ പരീക്ഷാകാലത്തെല്ലാം ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ അർത്ഥപൂർണമായ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലൂടെ മനസ്സിലാക്കി പഠിക്കുക എന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് പഠിച്ച കാര്യങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ആഴത്തിലുള്ള തോട്ട് പ്രോസസ്സിനും ആക്റ്റീവ് ലേണിങ്ങിനും വിധേയമാക്കി റീഇൻഫോഴ്സ് ചെയ്യുക എന്നത്. എന്നാൽ മിയർ മഗ്ഗിങ് അപ്പ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റോഡ് മെമ്മറൈസേഷൻ ടെക്നിക്സ് തുടങ്ങി മാർക്കിനു വേണ്ടി മാത്രം പഠിക്കുക എന്നതല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ആസ്വദിച്ച് പഠിക്കാനും ആഴത്തിൽ മനനം ചെയ്യാനും ഇതിൻ്റെയെല്ലാം ഒരു നേച്ചുറൽ ബൈ പ്രോഡക്റ്റ് എന്ന നിലയിൽ യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വാഭാവികമായ രീതിയിൽ മികച്ച റിസൾട്ടുകൾ സൃഷ്ടിക്കാനും ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നത് നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ വിട്ടുതരികയാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കാമോ? നമ്മുടെ കുട്ടികൾക്കും വരും തലമുറകൾക്കുമായി ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള ഒരു ചർച്ചയ്ക്കായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ വീഡിയോയിൽ പരാമർശിച്ച ഗ്യാപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് +2 പ്രീ ഡിഗ്രി പഠനകാലത്ത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരാമർശിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഇപ്പോൾ 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന പഠനത്തെ ഗൗരവത്തോടെ കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉചിതമായ തീരുമാനങ്ങൾ കൃത്യസമയത്തെടുക്കാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഹെൻസ് I have a request to you. If you find value with this conversation, please share this video with the relevant people in your circle, and also please subscribe this channel if you have not yet done it. Thank you for watching and see you in my next video.